ചിലർക്കെങ്കിലും ഇതൊരു മനോവേദന ഉണ്ടാക്കും. ഒരു ആത്മഹത്യാ കുറിപ്പാണ് വായിക്കുന്നത്. ഒന്നും തോന്നരുത് ആർക്കും. കുറച്ച് ദിവസമായി ആഹാരം വേണ്ട, ശരീരമാകെ വേദന പോലെ, എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് ദിവസമായി ആലോചിക്കുന്നു, ആരുടെ മുൻപിലും ചിരിച്ചഭിനയിക്കാൻ എനിക്ക് കഴിയില്ല. എല്ലാത്തിനും കാരണം ജോലിയില്ലായ്മ. സോറി. ഇത് ഓഗസ്റ്റ് 30, 2020 തിരുവനന്തപുരം കാരക്കോണം സ്വദേശി 28 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ, റാങ്ക് ഹോൾഡറായ ചെറുപ്പക്കാരൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പാണ്. ജീവൻ നഷ്ടമായി ഇപ്പോൾ 2026 എത്തി നിൽക്കുകയാണ്. സ്ഥിതി വ്യത്യസ്തമല്ല. ഇതുപോലെ എത്ര പേർ ഇനിയും ജീവൻ ഒടുക്കണം സർ. എന്തായാലും നമ്മുടെ UPSC വേദിയിലേക്ക് കൂടി പോകാം. അവിടെ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി വീണ തയ്യാറാണ്. വീണയോട് ചോദിക്കാം. വീണ, കഴിഞ്ഞ ദിവസം പകുതി മുഖം ജോക്കറിനെ പോലെ പെയിന്റ് ചെയ്താണ് അവർ സമരവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇവരെ ജോക്കറാക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് പറയാതെ പറയുകയല്ലേ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഏറ്റവും ആദ്യം എനിക്ക് അറിയേണ്ടത്, എന്താണ് നിലവിൽ അവരുടെ ആവശ്യം? അശ്വതി, രഞ്ജിത്ത് അമ്പാടി, 12ാം ദിവസമാകുന്നു ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ UPSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ആരംഭിച്ചിട്ടെന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് പഠിച്ച് ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ചത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു അഗ്നി പരീക്ഷ കൂടി നേരിടേണ്ടി വരുമെന്ന് ഈ ഇരിക്കുന്നവർ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നുള്ളതാണ്. 10 മാസമാകുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവരുടെ പട്ടിക, ഇത് റാങ്ക് ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. പക്ഷേ 7 പേർക്ക് മാത്രമാണ് സംസ്ഥാനത്ത് ഇതുവരെ നിയമനം നൽകിയിട്ടുള്ളത്. PSCയിൽ എന്തർത്ഥത്തിലാണ് വിശ്വസിക്കേണ്ടത്? തങ്ങൾ പകല് ജോലി ചെയ്തും രാത്രി ഉറക്കമൊളിച്ചിരുന്നും പഠിച്ചതാണ്. ഈ ജോലി കിട്ടി കുടുംബത്തെ കരകയറ്റുക, ഒപ്പം തന്നെ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കുക എന്നതിന് വേണ്ടിയിരിക്കുന്ന അധ്യാപകരാണ്. നമുക്കറിയാം, മാതാപിതാ ഗുരു എന്നാണ് നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളത്. വരുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് ഈ അധ്യാപകർ തന്നെയാണ്. ആ അധ്യാപകരാകേണ്ടവരാണ് ഇങ്ങനെ തെരുവിൽ മഴയും വെയിലും ഒക്കെ അവഗണിച്ചുകൊണ്ട് നീതിക്കായി, നിയമനത്തിനായിട്ട് ഇത്തരത്തിൽ സമരം നടത്തേണ്ടി വരുന്നത്. ഒരു സന്തോഷ നാൾ വരുമ്പോൾ, ഒരു ആഘോഷ നാൾ വരുമ്പോൾ തങ്ങൾ അധ്വാനിച്ച് നേടിയ ആ ജോലിയിൽ നിന്ന് കിട്ടിയ തുക കൊണ്ട് തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരവും പുതുവസ്ത്രവും വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഈ ഇരിക്കുന്നവർക്കുണ്ട്. ക്ലാസ് മുറികളിൽ നിന്ന് കുട്ടികൾക്ക് അറിവിന്റെ പുതിയ ലോകങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവരാണ് ഇങ്ങനെ തെരുവിൽ തങ്ങൾക്ക് നിയമനം ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്ത് ഇരിക്കുന്നതെന്നുള്ളതാണ്. സർക്കാർ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇതിന് തൊട്ട് പിന്നിലാണ് മുഖ്യമന്ത്രി ഉള്ളത്, സെക്രട്ടേറിയറ്റ് ഉള്ളത്. അവിടെ നിന്ന് ഒരു 10 അടി അല്ലെങ്കിൽ ഒരു 20 അടി മാത്രം മതി ഇവരിയ്ക്കുന്ന സമരപ്പന്തലിലേക്ക് വന്ന് ഇവർക്ക് എന്താണ് വേണ്ടത്, ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് വേണ്ടതെന്ന് എന്നുള്ളത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇവർക്ക് നിയമനം നൽകേണ്ടതെന്നുള്ളതാണ്. അവർ ഓരോ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പലതരത്തിലുള്ള മുട്ടാന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നിയമനം വൈകിപ്പിക്കുകയാണ്. ആ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് ഒക്ടോബറിൽ ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. 1 മാസത്തിന് ശേഷം അവർക്ക് നിയമനം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ ഓണത്തിന് കുടുംബങ്ങൾക്കൊപ്പം ആദ്യം കിട്ടിയ സർക്കാർ വേതനം കൊണ്ട് ആഘോഷിക്കേണ്ടവരായിരുന്നു ഈ ഇരിക്കുന്നവർ. കുട്ടികളെയും കൊണ്ടാണ് അവർ ഈ ഒരു സമരപ്പന്തലിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അവരുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. PSC റാങ്കിൽ വന്നു, പേര് വന്നു, പക്ഷേ ആ പരീക്ഷ എഴുതിയ കടമ്പയെക്കാളും ഇത്തരത്തിലുള്ള ഒരു അഗ്നി പരീക്ഷ നേരിടേണ്ടി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. റാങ്ക് ലിസ്റ്റ് വന്നത് 2025 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. നാളെ കൃത്യം 10 മാസം തികയാണ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്. ഇതുവരെ 1-ാം റാങ്കിന് പോലും നിയമനമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള 1-ാം റാങ്ക് തൊട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ അവസാനം വരെയുള്ള ആളുകൾ ഞങ്ങൾക്ക് നിയമനം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പടിവാതിലിൽ വന്ന് ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടായത്. പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ് ഞങ്ങളിൽ ഓരോരുത്തരും. ഇതിൽ കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, അതുപോലെ വിവിധതരം രോഗങ്ങൾ നേരിടുന്നവരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലായാലും അതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ പരീക്ഷ എഴുതി ഈ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷവും അതിൽ നിന്നും ഒരു ജോലി ലഭിക്കാത്ത അവസ്ഥ, ഈ ഒരു സാഹചര്യം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇതൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇവിടെ ഈ സമരമുറ 12-ാം ദിനവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിൽ നിന്നും ഉടനടി നിയമനം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. വീണ, തുടരുക. നമ്മൾ അധികം വൈകാതെ തിരികെ എത്താം. പ്രതീക്ഷയിലാണ്, പ്രത്യാശയിലാണ്. ഇപ്പോഴും സർക്കാരിന്റെ ഒരു വാക്കിനായി
കാത്തിരിക്കുകയാണവർ. ഒരുപക്ഷെ തെരുവിൽ അലയുന്നവർക്ക് പോലും പിച്ചച്ചട്ടി എടുക്കുന്നവർക്ക് പോലും ഇത്രയും വലിയ ഗതികേട് ഉണ്ടാകില്ല അല്ലേ? ഇത് എത്രമാത്രം ഒരു അപമാനകരമാണ് ആലോചിച്ച് നോക്കണം. ഇവർക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ ഗതി ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ വന്നിരുന്ന് പരസ്യമായി മണ്ണും പുല്ലും ഒക്കെ തിന്നുമോ? ഈ ലോകം മുഴുവൻ കാണുകയാണ്, മലയാളി ഉള്ളിടത്തെല്ലാം ഈ കാഴ്ച പോവുകയാണ്. എത്രമാത്രം അപമാനിതരാവുകയാണ് അവർ നോക്കണം. അത് സാധാരണക്കാരല്ല, ഇവിടെ കട്ടും മോഷ്ടിച്ചും ജയിലിൽ പോകുന്നവനും ഒക്കെ വലിയ സംരക്ഷണം ഒരുക്കുന്ന സർക്കാരാണ്. ഇവിടെ പഠിച്ച് ജോലി ചെയ്ത് കൂലിപ്പണിയെടുത്ത് പഠിച്ച് മക്കളെ ഒക്കത്ത് വെച്ച് പഠിച്ച് പരീക്ഷ എഴുതി ഒരു റാങ്ക് പട്ടികയിൽ വന്ന് ഒരു ജോലിക്ക് വേണ്ടി താണുക്കേണ് അപേക്ഷിക്കുന്നവരുടെ ഒരു ഗതികേടാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് അമ്പാടി, ഞാൻ ഉറ്റുനോക്കുന്നത് എന്ന് പറയുന്നത് ജന്തർ മന്ദിറിൽ റാങ്ക് ഹോൾഡേഴ്സ് അല്ല പ്രതിഷേധിച്ചത്. ദേശവിരുദ്ധ ശക്തികളുടെന്ന് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ലഹരി പാർട്ടിക്ക് പോണ വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു അല്ലേ? അവർക്ക് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ശ്രീ എ റഹീം MP, അദ്ദേഹം ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഒപ്പം ഡീൻ കുര്യാക്കോസ് ഉണ്ട്, നമ്മുടെ VD സതീശനുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്. അവരൊക്കെ എവിടെയാണ് സെലിബ്രിറ്റീസ്? രഞ്ജിനി ഹരിദാസ് എവിടെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ താരങ്ങൾ എവിടെയാണ്? നമ്മുടെ എന്താ പറയുന്നത് പുരോഗമനവാദികൾ എവിടെയാണ്?